ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മുടെ വിക്ടോറിയസിന്റെ VXI വേരിയന്റ് കിട്ടിയിരിക്കുകയാണ്. വിക്ടോറിയസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള വേരിയന്റും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ VXI വേരിയന്റ് ആണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും VXI വേരിയന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൈബ്രിഡിനും VXI വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ VXI വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മാരുതിയുടെ ഏറ്റവും പുതിയ വിക്ടോറിയസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള VXI വേരിയന്റ് ആണിത്. ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഈ VXI വേരിയന്റ് തന്നെയാണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ളത് VXI വേരിയന്റ് ആണ്. നമുക്ക് VXI വേരിയന്റ് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, CNG ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. അങ്ങനെ വിക്ടോറിയസിന്റെ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ VXI വേരിയന്റ് ആണ്. വിക്ടോറിയസിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയൊക്കെയോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വോക്സ് വാഗൺ ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ആ ഒരു കണക്റ്റഡ് സ്ട്രിപ്പാണ് ഫ്രണ്ടിലുള്ളത്. VXI ആൻഡ് LXI വേരിയന്റിൽ അതൊരു ക്രോം സ്ട്രിപ്പായിട്ട് കൊടുത്തിരിക്കുന്നു. ZXI വേരിയന്റ് ഒരു ഫ്രണ്ടിലൊരു DRL ആയിട്ടാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് VXI വേരിയന്റിൽ DRL കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് പകരം ആ സ്ലോട്ടായിട്ടുള്ള ക്രോം ഇൻസെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്ത് അപ്പുറവശം വരെ പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ് വരുന്നത്. അതിനോട് ചേർന്ന് പാർക്ക് ലൈറ്റ് കാണാം, ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ZXI വേരിയന്റ് തൊട്ടൊക്കെ അത് LED ചേഞ്ച് ആവുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി അടിച്ചാനുള്ള സ്ലോട്ട് കൊടുത്തിരിക്കുന്നു. ആ ഒരു പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. 210 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിൽ ഒരു ചെറിയ ഗ്രില്ല പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് ഒരു മേറിടാം അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എവിടെയൊക്കെയോ ഒരു വോക്സ് വാഗൺ ടച്ചാണ് ഫീൽ ചെയ്യുന്നത്. അതിന് കാരണം ആ ഒരു ക്ലോസ്ഡ് ഗ്രില്ലിൻ്റെ ഡിസൈൻ ആയിരിക്കാം. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ വിക്ടോറിയസിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ലെങ്ത് 4360 mm ആണ് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിൽ 1795, ഹൈറ്റ് 1655 mm, വീൽ ബേസ് വരുന്നത് 2600 mm ആണ്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊടിക്ക് നീളം കൂടുതലും നമുക്ക് ഈ വാഹനത്തിന് ഫീൽ ചെയ്യും. ഹൈറ്റും നീളമാണ് ഗ്രാൻഡ് വിറ്റാറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. കാരണം ഗ്രാൻഡ് വിറ്റാറ നമുക്ക് 4345 mm മാത്രമാണ് ലെങ്ത് വരുന്നത്. ഇത് 15 mm ലെങ്ത് കൂടുതലുണ്ട്. ഹൈറ്റ് ആണെങ്കിലും ഗ്രാൻഡ് വിറ്റാര 1645 mm വരുമ്പോൾ വിക്ടോറിയസ് 1655 mm, 10 mm ഹൈറ്റും ഈ വാഹനത്തിന് കൂടുതലുണ്ട്. സെഗ്മെന്റിലെ മോസ്റ്റ് സെല്ലിംഗ് വാഹനമായ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രെറ്റേനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള വാഹനമാണ് നമ്മളുടെ വിക്ടോറിയസ്. അത് എല്ലാ ഡയമെൻഷനിലും വലിപ്പം കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. ക്രെറ്റയ്ക്ക് 4330 വരുന്നുള്ളൂ ഓവറോൾ ലെങ്ത്ത്. 1790 വിഡ്ത്ത് വരുന്നത്. ഹൈറ്റ് ആണെങ്കിൽ 1635 വരുന്നുള്ളൂ. വീൽ ബേസ് മാത്രം ക്രെറ്റയ്ക്ക് 10 mm കൂടുതലുണ്ട്. 2610 mm ആണ് വരുന്നത്. ഇനി വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വശങ്ങളിൽ ചുറ്റുവറും ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ വാഹനത്തിന് പോകുന്നത് കാണാം. അത് ഒരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ വീൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ച് വീൽസ് ആണ് ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ VXI വേരിയൻ്റ് ആണെങ്കിൽ LXI വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. 215 60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു സിൽവർ കളറിലുള്ള വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വാഹനം ഡെലിവറി എടുക്കുന്ന സമയത്ത് അവർ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് VXI വേരിയന്റിൽ കാണാം. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ടോപ്പ് എൻഡിലേക്ക് ചെല്ലുമ്പോഴാണ് ZXI വേരിയന്റ് തൊട്ടാണ് നമുക്ക് സൺറൂഫൊക്കെ അവൈലബിൾ ആവുക. ബാക്കിൽ നമുക്കൊരു ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ B പില്ലർ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി കളറും C പില്ലറും ഈ കോർണർ ഏരിയ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്കൊരു ബ്രസയുടെ ഒരു ലുക്ക് കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി നീളം കൂടിയ ബ്രസ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിൻ്റെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് നമ്മളുടെ VXI വേരിയൻ്റ് ആണ്. LXI വേരിയൻറ്റിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ മറ്റ് മാരുതി വാഹനങ്ങളിൽ പോലെ തന്നെ VXI വേരിയൻറ്റിൽ ബാക്കിൽ
വൈപ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഡീഫോറുള്ള ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിനകത്ത് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. അതെന്തോ ഒരു മീശ താഴത്തേക്ക് വെച്ചിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ എൻഡപ്പ് ചെയ്ത് നിൽക്കുന്നു. ഈ ഒരു പോർഷനിലെ ലൈറ്റുകളാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുക. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇത് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ടാണ്. അത് 2 റിവേഴ്സ് ലൈറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്, വിക്ടോറിയസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും തന്നെ ഈ വേരിയൻറ്റിൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് റിവേഴ്സ് ക്യാമറ VXA വേരിയൻറ്റ് തൊട്ട് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റിലെ ബിഗസ്റ്റ് ബൂട്ട് വരുന്നത് വിക്ടോറിയസിൽ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് 3 തിരിക്കേണ്ടി വരും. ഇത് VXA വേരിയൻ്റ് ആണ്, നോൺ ഹൈബ്രിഡ് വാഹനം, അതായത് സ്മാർട്ട് ഹൈബ്രിഡ്. ഇതിന് ബൂട്ട് സ്പേസ് ഒരു 446 ലിറ്റർ ആണ്. നമ്മുടെ ക്രെറ്റയിലാണെങ്കിൽ 433 ലിറ്ററേ വരുന്നുള്ളൂ. ഇതിൻ്റെ CNGയിലേക്ക് വരികയാണെങ്കിൽ CNG ടാങ്ക് ഇപ്പോൾ ഡ്യുവൽ ആയിട്ട് ഇതിൻ്റെ അടിയിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ CNG വരുമ്പോഴും ബൂട്ട് സ്പേസിന് കൺസേൺസ് വരുന്നില്ല. അപ്പോൾ 320 ലിറ്റർ ആയിട്ട് മാറും. ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ 300 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പെയർ വീല് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു ഡിസൈൻ. ഇത് ഡെലിവറി ടൈമിൽ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് ഈ വാഹനത്തിൽ വരുന്നില്ല. ഒഫീഷ്യലി ഒരു വേരിയൻറ്റിലും സ്പെയർ വീല് കൊടുത്തിട്ടില്ല. പകരം പഞ്ചർ കിറ്റ് കാര്യങ്ങളാണ് വരുന്നത്. ബാക്കിലേക്ക് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ബാക്കിലെ ബൂട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിലെ ബൂട്ടിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ അല്ല 3 ടോൺ കളർ കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് വിൻഡോൻ്റെ ഓപ്ഷൻ കാണാം. ഈ ഡോർ ഹാൻഡിൽസും ഈ സ്വിച്ചസ് ഒക്കെ നമ്മൾ ബ്രസയിൽ കണ്ട സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടൂട്ടേഴ്സ് ഇതിനകത്ത് വരുന്നില്ല, ജസ്റ്റ് ടൂട്ടറിൻ്റെ ഗ്രില്ല് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ VXA വേരിയൻ്റ് വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് VXA മാനുവൽ വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ഓപ്പൺ ചെയ്യാൻ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. VXA വേരിയൻ്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ വശത്തായിട്ട് കാണാനായിട്ട് പറ്റും. ഈ വശത്തായിട്ട് നമുക്ക് ഒരു വൈറ്റ് ഫിനിഷ് കാണാം. AC വെൻസ് ചുറ്റും നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വിക്ടോറിയസ് VXA വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മാരുതിയിൽ ഇതുവരെ കാണാത്ത ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻറ്റീരിയറിൻ്റെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഇൻറ്റീരിയറാണ്. പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ എന്നും പറയാം. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു സ്റ്റിയറിംഗ് വീലായിട്ടാണ് ഫീൽ ചെയ്യുക. അത് കാരണം നടുക്കത്തെ ആ ഒരു പോർഷൻ ചെറുതായിട്ടുണ്ട്, ആ ലോഗോയും ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം ഒന്നല്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പിക് ചെയ്യാനുള്ള ഓപ്ഷൻ VXA വേരിയന്റിൽ വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ ബ്രസയിലൊക്കെ കണ്ട ഒരു സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നടുക്കളത്തെ ആ സ്ക്രീൻ മാത്രമാണ് വലുതായിരിക്കുന്നത്. RPM മീറ്റർ, സ്പീഡോമീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ബലേനയിലൊക്കെ കണ്ട സെയിം സ്ക്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂൽ ഗേജ്, എഞ്ചിൻ ടെമ്പറേച്ചറും എല്ലാം നമുക്ക് അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു സെക്കൻഡ് വേരിയൻറ്റിലൊക്കെ കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റമാണ്. 4 സ്പീക്കറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടയേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് VXA വേരിയൻറ്റിൽ വരുന്നത്. അത് നമുക്ക് കൺഫേം ചെയ്യാം. ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് AC കൺട്രോളുകൾ ഇപ്പോൾ സ്ട്രൈറ്റ് അവേ ഈ ഒരു സ്ക്രീനിലാണ് അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അത് അതിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് നമുക്ക് ആ സ്ക്രീനിലാണ് അറിയാൻ പറ്റുക. ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു സ്ക്രീനിലാണ് അതിൻ്റെ ഫംഗ്ഷനുകൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവറേജ് സ്പീഡ്, ഫ്യൂവൽ ഇക്കോണമി കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. TPMS സെക്കൻഡ് വേരിയൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രീനാണ്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ ഒരു പോർഷൻ, ആ സ്ക്രീനിൻ്റെ ഒരു സൈസ് 7 ഇഞ്ചാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ AC വെൻറ്റുകളാണ്. അതിന് ചുറ്റിലും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു AC കൺട്രോളുകളാണ്. ഫാന്, AC ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഫ്രണ്ടിലെ ഡിഫോഗർ, ബാക്കിലെ ഡിഫോഗർ, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, ഇത് നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ. അത്രയും മാത്രമാണ് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. താഴേക്ക് വന്ന ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ മാനുവൽ ഗിയർ ലിവർ കാണാം. അത് അതുപോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്ലോസി ടച്ചുള്ള അത് കൊടുക്കാമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. മാരുതിയുടെ തനതായ കീ, ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള കീ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് ആംബ്രസ്റ്റ് ആണ്. അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു സെൻറ്റർ പോർഷൻ ഇവിടുന്ന് തൊട്ട് നമ്മൾ ഒരു ഗ്രാൻഡ് വിറ്റാറിൽ കണ്ട സെയിം മോഡലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ലൈറ്റ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പാരിറ്റീവ്ലി വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡാഷ്ബോർഡിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ക പ്രീമിയം ലുക്കിംഗ് ആണ്. മാരുതിയിൽ ഇതുവരെ കാണാത്ത ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാഹനത്തിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ ബോണറ്റെല്ലാം കണ്ട് നല്ലൊരു ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു പക്ക SUV ഫീല് നമുക്ക് വിക്ടോറിയസ് തരുന്നുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിലാണ് ഡോറുകൾ വൈഡായിട്ട് തുറക്കാൻ പറ്റുക. ബാക്കിലെ ഡോർ പാഡും ആ ഫ്രണ്ടിൽ കണ്ട സെയിം കളർ ടോണിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു ഗ്ലോസി ബ്ലാക്ക്, ഒരു വൈറ്റ്, ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type-C ചാർജിങ് പോർട്ടുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംറസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിത്ത് കപ്പ് ഹോൾഡർ. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. മാസീവായിട്ടുള്ള ലെഗ് റൂമാണ് ലഭിക്കുന്നത്. സീറ്റ് ആണെങ്കിലും നല്ല അണ്ടർത്തെ സപ്പോർട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം. 3 പേരില്ല എങ്കിൽ സെൻറ്റർ ആംറസ്റ്റൊക്കെ വെച്ച് നല്ല കംഫർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. 2 വശത്തും ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. ഫ്രണ്ട് വ്യൂ എല്ലാം കണ്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. വിക്ടോറിയസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് വിക്ടോറിയസ്. മാരുതിയുടെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന രണ്ടാമത്തെ വാഹനമാണ് വിക്ടോറിയസ് ഗ്ലോബൽ എൻക്യാപ്പിൽ. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെഗ്മെന്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ നമ്മളുടെ വിക്ടോറിയസ് ആണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, TPMS, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വിക്ടോറിയസിലും കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു VXA വേരിയന്റിൽ. ഈ വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന് 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ. നമ്മുടെ ബ്രസേലൊക്കെ കണ്ട സെയിം 1.5 ലിറ്റർ K15C എഞ്ചിനാണത്. 102 HP ആണ് പവർ തരുന്നത്. 139 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21.9 ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 16 നമുക്ക് എന്താണെങ്കിലും ഈ വാഹനത്തിന് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ള വാഹനമാണ്. ബ്രസയ്ക്കും ഗ്രാൻഡ് വിറ്റാറൊക്കെ 15-16 ലഭിക്കുമ്പോൾ എന്താണെങ്കിലും ഈ വാഹനത്തിലും ആ ഒരു മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്.
ഈ സെയിം എഞ്ചിൻ തന്നെ നമുക്ക് സി എൻ ജിയിൽ അവൈലബിൾ ആണ്. 90 HP അടുത്താണ് പവർ വരുന്നത്. സി എൻ ജിയിലേക്ക് വരുമ്പോൾ മൈലേജ് 27.2 ക്ലെയിം ചെയ്യുന്നത്. 23, 24 എന്താണെങ്കിലും മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സി എൻ ജി വേരിയന്റ് നമുക്ക് മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിനാണ്. അത് 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പ്ലസ് ഒരു ഹൈബ്രിഡ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി പ്ലസ് ഹൈബ്രിഡ് മോട്ടർ എന്ന ടെക്നോളജിയാണ്. 114 HP ആണ് വരുന്ന പവർ. 141 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പൈൻ ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ്. കാരണം 28 സംതിങ് ആണ്, 28.6 ഇഞ്ചാണ് അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. സെഗ്മെന്റിലെ ബെസ്റ്റ് മൈലേജ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്രെറ്റ എടുത്തു എന്ന് വെച്ചാൽ, ക്രെറ്റയുടെ ഡീസലിന് കമ്പനി 20 ക്ലെയിം ചെയ്യുന്നുള്ളൂ, 15-16 ലഭിക്കുള്ളൂ. ക്രെറ്റയുടെ പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ 12-13 റിയൽ ലൈഫിൽ ലഭിക്കുന്ന മൈലേജ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് അതിന്റെ ഇരട്ടി മൈലേജ് ആണ് നമുക്ക് ലഭിക്കുക. ഹൈബ്രിഡ് നിങ്ങൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 25-26 സിറ്റിയിൽ കൂടുതൽ മൈലേജും ലഭിക്കും. ഇപ്പോൾ റീസെന്റ് ആരൊക്കെ 30-32 ഗ്രാൻഡ് വിറ്റാരൊക്കെ മൈലേജ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ആ സെയിം ടെക്നോളജി തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഒരു മൈലേജ് വിക്ടോറിയസിലും എക്സ്പെക്ട് ചെയ്യാം. വിക്ടോറിയസിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, ഇപ്പൊ നമുക്ക് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന പ്രൈസിൽ എക്സ്റ്റൻഡഡ് വാറന്റി കാര്യങ്ങളൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ എക്സ്റ്റൻഡഡ് വാറന്റി ഒക്കെ ആഡ് ഓൺ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഈ പറയുന്ന പ്രൈസിന് ചെറിയൊരു ഡിഫറൻസ് വന്നേക്കാം. ഏകദേശം എക്സ്റ്റൻഡഡ് വാറന്റി ഒരു 30,000 തൊട്ട് 50,000 രൂപ വരെയൊക്കെ എക്സ്റ്റൻഡഡ് വാറന്റിയുടെ പ്രൈസ് വന്നേക്കാം. അപ്പോൾ എക്സ്റ്റൻഡഡ് വാറന്റി എടുക്കുകയാണെങ്കിൽ 5 കൊല്ലത്തേക്ക് സേഫ് ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് 3 കൊല്ലത്തെ വാറന്റിയാണ് വാഹനത്തിന് ലഭിക്കുന്നത്. LXI ബേസ് വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,51,000 രൂപയാണ്. ആ ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസിനേക്കാൾ ഏകദേശം 50,000-52,000 രൂപയുടെ കുറവാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് 12,51 ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇൻഷുറൻസിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടിയും പ്രൈസ് ഒരു ഡിഫറൻസ് വന്നേക്കാം. അപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VXI വേരിയന്റ് ആണ്. മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ്. VXI മാനുവലിന് 14,07,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXI ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 15,92,000 രൂപ. നമുക്ക് LXI വേരിയന്റിൽ CNG വരുന്നുണ്ട്. LXI ബേസ് വേരിയന്റിൽ തന്നെ CNG അവൈലബിൾ ആണ്. ആ LXI CNGക്ക് നമുക്ക് പ്രൈസ് വരുന്നത് 13,70,000 രൂപയും VXI CNGയിലേക്ക് വരുമ്പോൾ 15,25,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് VXI വേരിയന്റിൽ തന്നെ ഹൈബ്രിഡ് വരുന്നുണ്ട്. അതായത് ഈ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും VXI വേരിയന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്, നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ ഈ സെയിം വാഹനം നിങ്ങൾക്ക് ഹൈബ്രിഡിലേക്ക് പോകാം. ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ചെറിയൊരു ചേഞ്ചസ് വരും. ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ VXI വേരിയന്റിൽ ഓട്ടോ പാർക്ക് ബ്രേക്ക് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ വാഹനം വരുമ്പോൾ നമുക്ക് അതിന്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ VXI ഹൈബ്രിഡിന് 19,84,000 രൂപയുടെ അടുത്താണ് പ്രൈസ് വന്നിരിക്കുന്നത്. അതായത് ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ പ്രൈസും മാരുതി കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഓഫറൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ച് പ്രൈസിന് ചിലപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഓൺ റോഡ് ഇറങ്ങിയേക്കാം. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ഡിസൈൻ കണ്ട് മടുത്തവർക്ക് ഒരു പുതിയ ഡിസൈൻ വേണം, ഒരു ബ്രാൻഡ് ന്യൂ കാർ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വിക്ടോറിയസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വിക്ടോറിയസിന്റെ മറ്റ് വേരിയന്റുകൾ വരുമ്പോൾ ആ വീഡിയോ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. വിക്ടോറിയസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് പുതിയത് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിക്ടോറിയസ് മാത്രമല്ല മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.